ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നമുക്ക് ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിൽ ആരംഭിക്കാം. നമ്മളെ തന്നെ കേൾക്കുന്ന വചനത്തോട് ചേർത്ത് വയ്ക്കാം. ഇന്ന് 22-ാമത്തെ ദിവസം. നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് കണ്ണുകളടച്ച് ദൈവത്തോട് പറയുന്നത് പോലെ, നിങ്ങളെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതങ്ങളെ കൊടുത്തിട്ട് പറയാമോ? കർത്താവേ, എനിക്കാരുമില്ല, അങ്ങല്ലാതെ മറ്റൊരു ആശ്രയം എനിക്കില്ല. അങ്ങ് എന്നെ സഹായിച്ചേ മതിയാകൂ. എനിക്കിവിടെ നിന്നും സഹായം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. എൻ്റെ തന്നെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് തന്നെ കരച്ചിൽ നിർത്താൻ, സങ്കടം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാൻ വലിയൊരു പ്രതിസന്ധിയിലാണ്. എന്നെ മനസ്സിലാക്കാൻ പോലും ആരുമില്ല. ഒറ്റപ്പെടുത്തുന്നവരുടെ എണ്ണമാണ് കൂടുതലും. സപ്പോർട്ട് ചെയ്യുന്നവരും നല്ല വാക്കുകൾ പറഞ്ഞ് ബലപ്പെടുത്തുന്നവരും കുറവാണ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണ്. പല കാര്യങ്ങളിലും ഞങ്ങൾ തകർന്നും തളർന്നുമാണ് ഇരിക്കുന്നത്. രോഗം കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള കേസുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്നിങ്ങനെ ഒന്നൊന്നായി വരിഞ്ഞു മുറുക്കുന്ന ഒരു അവസ്ഥ ഞാൻ അനുഭവിക്കുന്നു. ഞങ്ങളുടെ അവസ്ഥ ഇതാദ്യം തന്നെ നിന്നോട് പറയുന്നു. ഞങ്ങൾ ഈ പേപ്പറിലാണ് ഞങ്ങളുടെ നിയോഗങ്ങൾ എഴുതി വച്ചതെങ്കിലും അത് ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അങ്ങ് ഞങ്ങളെ സഹായിച്ചേ മതിയാകൂ. അങ്ങ് ഞങ്ങളെ സഹായിച്ചേ മതിയാകൂ കർത്താവേ. ഈ വചനം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഞങ്ങളിരിക്കുമ്പോൾ, ഞങ്ങൾ ഈ വചനം കേട്ട് ഓരോ പടി താഴേക്ക് താഴേക്ക് പോകുന്നത് ഒരാൾ പോലും കാണാൻ ഇടയാകരുതേ. ഓരോ പടി ഉയർന്ന് ഉയർന്ന് ശക്തിപ്പെടുത്തുന്ന അനുഗ്രഹം, അനുഭവം ഞങ്ങൾക്കും ഞങ്ങളെ കാണുന്നവർക്കും കാണത്തക്ക വിധം, അറിയാനിടയാകത്തക്ക വിധം ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചേ മതിയാകൂ. ഈ ഒരു പ്രാർത്ഥന ഹൃദയം നുറങ്ങിയ പ്രാർത്ഥനയോടെ ഒന്ന് മനസ്സിൽ പറയാമോ? യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് അങ്ങ് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് കാണണമേ. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാമോ? യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് അങ്ങ് സാധിച്ചു തരണമേ. 1000 സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളാണ് അങ്ങയുടേത്. അങ്ങയ്ക്ക് എൻ്റെ ജീവിതം അറിയാം, എൻ്റെ മനസ്സിൻ്റെ വേദന അറിയാം, എൻ്റെ ഒറ്റപ്പെടൽ അറിയാം, ഞാൻ അനുഭവിക്കുന്ന ഏകാന്തത അറിയാം, എൻ്റെ മനസ്സിൻ്റെ തകർന്ന അവസ്ഥ അറിയാം. ഞാൻ കടന്നുപോയ വഴികൾ അങ്ങേക്കറിയാം. എൻ്റെ കുടുംബം കടന്നുപോയ വഴികൾ അങ്ങേക്കറിയാം. ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച വേദന അങ്ങേക്കറിയാം. എല്ലാവരും കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളെല്ലാം മനസ്സ് അനുഭവിക്കുന്ന വേദനയുടെ ആഴം അങ്ങേക്കറിയാം.
ഞാനെല്ലാം സമർപ്പിക്കുന്നു. യേശുവേ, യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് കാണണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ കുറവുള്ളവരാണ്, ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കരം പിടിക്കണമേ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, 22-ാമത്തെ ദിവസം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനം ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തുള്ള വചനമാണ്. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ അവസാന ഭാഗത്തുള്ള വചനം 24-ാം തിരുവചനം. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിൽ ഇട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ, അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ വാതിൽക്കൽ അടുത്ത് ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, പുറത്തു വരുവിൻ എന്ന് കൽപ്പിച്ചു. 3 പേരും തീയിൽ നിന്ന് പുറത്തു വന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെ ഇതുപോലെ പലരും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ പറഞ്ഞിട്ടില്ലേ? പലരും ബന്ധിച്ചു കൊണ്ടിരിക്കുകയുമില്ലേ? പക്ഷേ അവർ നമ്മളെ തീയിലേക്ക് എറിഞ്ഞാലും നമുക്ക് ഒരു കോട്ടവും വരില്ല. ബന്ധനം അവിടെ മാറിപ്പോകും. ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. 4-ാമത്തവൻ കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ ഇരിക്കുന്നു. ജ്വലിക്കുന്ന തീജ്വാലയുടെ വാതിൽക്കൽ എത്തി നെബൂഖദ്നേസർ ഓരോരുത്തരുടെയും പേര് വിളിച്ചു, ആരാണ് ഈ 4-ാമത്തവൻ? രാജാവ് തന്നെ ചോദിച്ചു, 3 പേരെയല്ലേ നമ്മൾ ആ തീക്കകത്ത് ഇട്ടുള്ളൂ? പ്രിയപ്പെട്ടവരെ, ഒരാൾ ഇതുപോലെ തീക്കകത്ത് പൊള്ളുന്ന വേദന അനുഭവിക്കുന്ന അനുഭവത്തിൽ ഒരൊറ്റ ആളും ബന്ധം പറഞ്ഞ് വരില്ല. പരിചയം പുതുക്കിക്കൊണ്ടും വരില്ല. എല്ലാവരും സഹതാപം മാത്രമേ പ്രകടിപ്പിക്കുകയുള്ളൂ. ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിക്കാൻ ഒരാൾ പോലും ഉണ്ടാവുകയില്ല. ഒരുപാട് ബന്ധങ്ങളും സുഹൃത്തുക്കളും നിങ്ങൾക്കുണ്ട്. ഇതുപോലൊരു പ്രശ്നം നിങ്ങൾക്ക് വരട്ടെ, പൊള്ളുന്ന ഒരു പ്രതിസന്ധി വരട്ടെ, ഇതുപോലൊരു കുഴിയിൽ വീണാൽ രക്ഷപ്പെടാൻ ആവാത്ത വിധത്തിൽ സങ്കടപ്പെടുന്ന ഒരു കാര്യം വരട്ടെ, കാണാം പലരും പല വഴിക്ക് ചിതറിപ്പോകുന്നത്. ഒന്ന് കണ്ടു പരിചയം പോലും കാണിക്കാതെ പോകും. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇവിടെ ഒരാളെ രാജാവ് കാണുകയാണ്. തീയിൻ്റെ അകത്ത് പൊള്ളിപ്പോകേണ്ട കുറേ ജീവിതങ്ങളെ ഒരാൾ ഇറങ്ങി വന്ന് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവരുടെ ബന്ധനങ്ങളൊക്കെ ഈ വന്ന ആൾ പൊട്ടിച്ചെറിഞ്ഞു. അവരെ തീക്കകത്ത് ബന്ധനം കൂടാതെ നടക്കുന്നു. ആരാണ് ഇറങ്ങി വന്ന ആൾ? രാജാവ് വീണ്ടും ചോദിച്ചു. അവന്റെ മുഖം ദൈവകുമാരനെ പോലെ പ്രകാശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏത് കുഴിയിലേക്ക് ആരെങ്കിലും അല്ലെങ്കിൽ ലോകം തന്നെ നിന്നെ വലിച്ചെറിയട്ടെ, മനുഷ്യൻ നിന്നെ വലിച്ചെറിഞ്ഞോട്ടെ, നീ തകർന്നു എന്ന് അവർ വിധിച്ചു കൊള്ളട്ടെ. പക്ഷേ നിന്നെ സഹായിക്കാൻ നിന്റെ മുഖം നോക്കാതെ, നിന്റെ അവസ്ഥയറിഞ്ഞ്, നിന്റെ വേദന അറിഞ്ഞ് നിന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ
രാവും പകലും നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരാൾ, നിനക്ക് വേണ്ടി നീ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. ആ ദൈവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബലം. ആ ദൈവത്തിലാണ് നാം നിൽക്കേണ്ടത്. ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത്. നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയുണ്ട്. തോളത്ത് കൈയിട്ട് നടക്കുന്നവർ വരെയുണ്ട്. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറയുന്നവരുണ്ട്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവർ വെറും നോക്കുകുത്തികളായി മാറും. പക്ഷേ നമ്മുടെ ദൈവത്തെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാനോ നീയോ തകർന്നു പോയാൽ നമ്മുടെ ദൈവം നമ്മുടെ അടുത്ത് ഓടിയെത്തും. രാജാവിന് കാണുന്നു ആ നാലാമത്തെ ആൾ. നമ്മൾ 3 പേരെയല്ലേ തീയിലിട്ടുള്ളൂ? പ്രിയപ്പെട്ടവരെ, കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയുന്നത് ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരുപക്ഷെ 4 പേരെയുള്ളൂ. 5ാമത് ഒരാളുണ്ട്, അതാണ് ദൈവം. അതുകൊണ്ടാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ പിടിച്ചു നിന്നത്. പലരും വിചാരിച്ചു ഇതോടുകൂടി ജീവിതം അവസാനിച്ചു, ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന്. എന്നിട്ടും രക്ഷപ്പെട്ടു. എന്നിട്ടും കയറി വന്നു. തകർന്നല്ലേ പോയത്? കൂടെയുള്ള ദൈവത്തിന്റെ അനുഗ്രഹമാണത്. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ. ദൈവം എൻ്റെ കൂടെ, എൻ്റെ കൂടെയുള്ള ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, എൻ്റെയും അനുഭവമാണ്. ഞാൻ കഷ്ടപ്പെടുന്ന, പ്രതിസന്ധിയിലായിരുന്ന ഒട്ടേറെ ദിവസങ്ങളുണ്ട്, ഒട്ടേറെ മാസങ്ങളുണ്ട്. ചിലപ്പോൾ ഞാൻ വീണു പോകുമോ എന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ട്. ജീവനോടെ കാണുമോ എന്നുള്ള ദിവസങ്ങളുണ്ട്. അത്രയേറെ സാമ്പത്തികമായും അസുഖങ്ങളായും വേദനിച്ച ദിവസങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ജീവനുള്ള ദൈവം എൻ്റെ കരങ്ങളിൽ പിടിച്ച് എന്നെ ഉയർത്തി. അങ്ങനെ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്നും ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. ഇന്നും ഞാൻ ധൈര്യത്തോടെ ഇരിക്കുന്നത്. ഇന്നും ഞാൻ തകരാതെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാമോ? നമ്മുടെ നിയോഗ പ്രാർത്ഥന നിങ്ങളുടെ കൈകളിൽ എടുക്കുക. നിങ്ങളുടെ നിയോഗങ്ങൾ ഈ വചനത്തിലേക്ക് കൊണ്ടുവന്ന് വചനത്തോട് ചേർത്ത് വയ്ക്കുക. ദാനിയേലിന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ നിയോഗ പേപ്പർ വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ജാതി നോക്കാതെ, മതം നോക്കാതെ, സഭ നോക്കാതെ, മുഖം നോക്കാതെ, പണം നോക്കാതെ, വിദ്യാഭ്യാസം പോലും നോക്കാതെ നീ ഹൃദയം നുറുങ്ങി വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്. നിങ്ങൾ തകർന്നു പോകാൻ സമ്മതിക്കാത്ത ഒരു ദൈവമുണ്ട്. നീ പരാജയപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് നിന്നെ വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. തകർന്നു പോകേണ്ട സ്ഥാനത്ത് നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. പലരും പലതും പറഞ്ഞ് നോക്കുകുത്തികളായി നിൽക്കുമ്പോഴും, പലതും വിധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും, പലരും അതൊന്നും കണ്ടില്ലേ കേട്ടില്ലേ, എവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ച് സുഖമായി അവരവരുടെ കാര്യം നോക്കിയിരിക്കുമ്പോഴും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ നിൽക്കും എന്നതിൻ്റെ തെളിവാണ് നാം ഇപ്പോഴും നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്തു നിൽക്കുന്നത്. നമുക്ക് ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ വീടിനെ, ചുറ്റുപാടിനെ, സഹോദരങ്ങളെ എല്ലാവരെയും മനസ്സുകൊണ്ട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
അവരുടെ സങ്കടങ്ങൾക്കും വേദനകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ഓർത്ത്, വ്യക്തികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇതുവരെയും സഹായിച്ചതിന് നന്ദി പറയുന്നു കർത്താവേ. ഒറ്റയ്ക്ക് ഒരു മുറിയിലിരിക്കുന്ന നിലയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ഒറ്റപ്പെടുത്താൻ ദൈവം സമ്മതിക്കില്ല. എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങളുടെ കൂടെ നിന്ന് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നിങ്ങളെല്ലാവരും നിയോഗ പ്രാർത്ഥനയിൽ കുരിശടയാളം വരച്ച് വിശ്വാസത്തോടെ, യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? വിശ്വാസത്തോടെ, യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നു കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവേ, അഭയവും ആശ്വാസവും തേടി ഞങ്ങളുടെ ശബ്ദവും ഹൃദയവും ഞങ്ങൾ തുടർന്നും അമ്മയിലേക്ക് ഉയർത്തുന്നു. അമ്മേ, ആത്മീയ മാതൃത്വവും ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയും ഞങ്ങൾ തിരിച്ചറിയുന്നു. സ്നേഹമുള്ള അമ്മേ, ഞങ്ങളുടെ എല്ലാവരുടെയും സംരക്ഷകയും മധ്യസ്ഥതയും ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മയുടെ അനന്തമായ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വൈകല്യങ്ങൾക്കും ബുദ്ധിമുട്ടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത, ദൈവത്തിൻ്റെ രോഗശാന്തി സ്പർശനം ഞങ്ങൾ അനുഭവിക്കുകയും കഷ്ടതയുടെ സമയങ്ങളിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, ഞങ്ങളെ എല്ലാവരെയും അനിശ്ചിതത്വത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് മോചിപ്പിക്കണമേ. അമ്മയുടെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാകട്ടെ. ഞങ്ങൾ ദൈവഹിതം തിരിച്ചറിയുകയും ധൈര്യത്തോടെയും സമർപ്പണത്തോടെയും അവ സ്വീകരിക്കുകയും ചെയ്യട്ടെ. സമാധാനരാജ്ഞി അമ്മയുടെ മാതൃസാന്നിധ്യം എല്ലാ ഭവനങ്ങളിലും സമൂഹങ്ങളിലും രാജ്യങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും അനുഭവപ്പെടട്ടെ. ഞങ്ങൾക്കും ലോകത്തിനും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സമാധാനവും നീതിയും ലോകമെമ്പാടും നിലനിൽക്കട്ടെ. അമ്മയുടെ എല്ലാ മക്കൾക്കും യോജിപ്പും സ്നേഹവും ജീവിക്കുവാൻ കഴിയുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ അമ്മയുടെ സ്നേഹം ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. പരിശുദ്ധ മാതാവേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായികളാകുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹിക്കുവാനും സേവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ മറിയമേ, കഠിനവും ദൈവത്തിൽ നിന്നകന്നതുമായ ഹൃദയങ്ങളുടെ പരിവർത്തനത്തിനായി ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം ചോദിക്കുന്നു. അമ്മയുടെ മാതൃസ്നേഹത്തിലൂടെ ഞങ്ങൾക്കെല്ലാവർക്കും ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ. അമ്മയുടെ നിരന്തരമായ സംരക്ഷണത്തിലും ശക്തമായ മധ്യസ്ഥതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മയുടെ കൃപയാൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ കെട്ടുകളും തെറ്റുകളും അഴിച്ച് ഞങ്ങൾക്ക് ജീവിതത്തിനാവശ്യമായ അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മയുടെ പുത്രനെ ഞങ്ങൾക്ക് വാഗ്ദാനമായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗത്തിൻ്റെ രാജ്ഞി പരിശുദ്ധ മാതാവേ,
നിത്യജീവന്റെ സന്തോഷം ഞങ്ങൾ അമ്മയുമായി പങ്കിടട്ടെ. എൻ്റെ പ്രാർത്ഥനയിലൂടെ ഈ സമയം കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അമ്മയുടെ രോഗശാന്തി അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഞാൻ അപേക്ഷിക്കുന്നു. ശാരീരികവും മാനസികവുമായ ഗുരുതരമായ രോഗങ്ങളിൽ ആഴത്തിലുള്ള വേദനയോ ആത്മീയ സംശയങ്ങളോ നേരിടുന്നവരെ ആർദ്രതയോടെ നോക്കുകയും അവർക്ക് രോഗശാന്തിയുടെയും നവീകരണത്തിൻ്റെയും കൃപ നൽകുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരോടും പ്രഖ്യാപിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങേ പുത്രൻ്റെ സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങൾ ലോകത്തിൻ്റെ എല്ലാ കോണുകളും വെളിച്ചവും പ്രത്യാശയും പരത്തട്ടെ. പരിശുദ്ധ അമ്മേ, എല്ലാവരെയും സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.